ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഒരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. ഇതിനു വേണ്ടി 1 കപ്പ് പൊടി, അരിപ്പൊടി, ഇടിയപ്പത്തിൻ്റെ പൊടിയാണ്. ഇതിലേക്ക് തിളച്ച വെള്ളവും ഉപ്പും ചേർത്തൊന്ന് നന്നായി മയത്തിൽ കുഴച്ചെടുക്കണം. ഇനി ഇത് ചെറിയ ഉരുളകളാക്കി ആവിയിൽ പുഴുങ്ങിയെടുക്കുക. ഇനി 150 ഗ്രാം ശർക്കര 1/2 കപ്പ് വെള്ളമൊഴിച്ച് തിളപ്പിച്ച് അരിച്ചെടുക്കണം. ഈ പാനി ഒരു പാനിലേക്ക് ഒഴിച്ച് ഇതിലേക്ക് 2 ഏലക്കായ പൊടിച്ചത് ചേർക്കുക. ഇനി 1/4 സ്പൂൺ ജീരകം, 1/4 സ്പൂൺ മതി ജീരകം ഇതിലേക്ക് ചേർക്കണം. ഇതൊന്ന് ചൂടായി വരുമ്പോഴേക്ക് ഇതിലേക്ക് 1 സ്പൂൺ എള്ള് ഇഷ്ടമുള്ളവർ ചേർത്താൽ മതി, ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, ഓപ്ഷണലാണ്. എള്ളും ചേർത്തൊന്ന് ചൂടായി വരുമ്പോൾ 1/2 കപ്പ് തേങ്ങ, ചിരകിയ തേങ്ങ 1/2 കപ്പ് തേങ്ങ ഇതിലേക്ക് ചേർത്തൊന്ന് ഇളക്കിയെടുക്കണം. തേങ്ങയിലേക്ക് ശർക്കര ഒന്ന് പിടിക്കുന്നത് വരെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. പാനി അധികം വറ്റാൻ പാടില്ല. നേരിയ തീയിൽ തന്നെ വെച്ചൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇനി ഇതിലേക്ക് ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഉരുളകൾ വെന്തിട്ടുണ്ടാകും. ആ ഉരുളകൾ ഇതിലേക്ക് ചേർത്ത് ഒന്ന് യോജിപ്പിക്കുക. ഈ പാനിയിൽ കിടന്ന് അല്പസമയം ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. പാനി വറ്റുന്നത് വരെ തന്നെ നേരിയ തീയിൽ ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. പാനി നന്നായി വറ്റുമ്പോൾ ഉരുളകളിലേക്ക് ശർക്കര പാനി പിടിക്കും. ഇനി ഇതിലേക്ക് കാഷ്യൂനട്ടും കിസ്മിസും ചേർക്കാം. കാഷ്യൂനട്ടും കിസ്മിസും ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി പാനി വറ്റുന്നത് വരെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കാം. ഇപ്പോൾ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക് യു ഫ്രണ്ട്സ്.